ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചിങ്ങ 1 മലയാളികൾക്ക് ഇതൊരു പുതിയ വർഷത്തിൻ്റെ ആരംഭമൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ദേ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 7 മണിയൊക്കെ ആയി. 6:30 എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് പോയിട്ട് കുളിച്ചു. ഇന്ന് നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പുതിയൊരു വർഷമൊക്കെ തുടങ്ങുകയല്ലേ, അപ്പം നല്ലൊരു തുടക്കം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ രാവിലെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. ഇനി കുഞ്ഞുനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. ഏട്ടനാണെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. കുഞ്ഞുനെ എഴുന്നേൽപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടാസ്ക് ഉള്ള പരിപാടി. കാരണം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് അവൾ പാലൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഒന്ന് ഉറങ്ങി വരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് ഭക്തി മാർഗമൊക്കെ സ്വീകരിച്ചിട്ട് ഏട്ടൻ്റെ ബ്ലൂടൂത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് കുളിക്കാൻ വേണ്ടിയിട്ട് പോയത്. ഇനി ഞാൻ വേഗം റെഡി ആയിട്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകണം. ഞാൻ സിമ്പിളായിട്ടാണ് റെഡി ആവുന്നത്. വലിച്ചു വാരിയുള്ള മേക്കപ്പ് ഒന്നും ഞാനിപ്പോൾ ഇടാറില്ല. വേറൊന്നും കൊണ്ടല്ല, ഈ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും എൻ്റെ മുഖത്തിന് നല്ലോണം കുരുവും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നാളത്തേക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വച്ചേക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മൂക്കിൻ്റെ ഉള്ളിലാണോ പുറത്താണോ ഒരു കുരു വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നല്ലോണം എനിക്ക് വേദന എടുക്കുന്നുണ്ട്. പിന്നെയാണെങ്കിൽ എനിക്ക് രാവിലെ നല്ല അലർജിയാണ്. ഈ കുളിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴായിരിക്കും തുമ്മലിൻ്റെ അഭിഷേകം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ അതേ കണ്ണൊക്കെ എഴുതി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. പിന്നെ ഞാൻ ഈ മുടി കുളിപ്പിന്നൽ പോലെ ചെറുതായിട്ടൊന്ന് കെട്ടിയിട്ടേ ഉള്ളൂ. കാരണം കുളിപ്പിന്നൽ കെട്ടാനുള്ള മുടിയൊന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് 2 ക്ലിപ്പ് മാത്രം കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുഞ്ഞുമൊക്കെ എഴുന്നേറ്റു. ഇതെൻ്റെ പുതിയ സ്പ്രേ ആണ് കേട്ടോ. നല്ല മണമാണ് ഇതിന് ഏകദേശം ഒരു 200 രൂപയായിട്ടോ ആയി. അങ്ങനെ സ്പ്രേ ഒക്കെ അടിച്ച് ഇനി നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല മഴക്കാറുണ്ട്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് മഴ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അവിടെ അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ ഫസ്റ്റ് പുഷ്പാഞ്ജലിക്കുള്ള രസീതും കാര്യങ്ങളൊക്കെ എടുത്തു. അമ്പലത്തിൽ തൊഴുതു. അതിന് ശേഷം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പുറത്തിറങ്ങി ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം നല്ല വിശപ്പുണ്ട്. എനിക്ക് മാത്രമല്ല, കുഞ്ഞൂനും നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ഥിരം സ്ഥലമായിട്ടുള്ള ഉടുപ്പിയിൽ തന്നെയാണ് നമ്മൾ പോയേക്കുന്നത്. അപ്പോൾ കുഞ്ഞു നല്ലോണം വിശന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഫസ്റ്റ് ഒരു ഇഡ്ഡലി സെറ്റ് മേടിച്ചു കൊടുത്തു. ഞങ്ങൾ രണ്ടാളും പൂരി സെറ്റാണ് പറഞ്ഞത്. ഇന്നെന്തോ പൂരി സെറ്റ് അത്ര അങ്ങോട്ട് നന്നായിട്ടുണ്ടായിരുന്നില്ല. ആ വട നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ മീൻ മേടിക്കാനാണ് പോകുന്നത്. 1-ാം തീയതി ആയിട്ട് നമ്മൾ വീട്ടിൽ നോൺ വെജ് ഒക്കെ വെക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അങ്ങനെ വെക്കാറില്ല. പക്ഷേ ഇന്ന് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം എനിക്ക് അടുത്ത ദിവസം എക്സാം ആണ്. അപ്പോൾ എനിക്ക് ഈ വെജിലെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ല. നോൺ വെജ് ആകുമ്പോഴത്തേക്കും ഏട്ടൻ അത് വെച്ച് തന്നോളും എനിക്ക്. അതുകൊണ്ട് എനിക്കും വലിയ പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വെജിൻ്റെ പരിപാടികളൊക്കെ ഏട്ടൻ അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല. നോൺ വെജ് ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. അങ്ങനെ മീനൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതേ നേരെ ഒരു ലോട്ടറി കടയിലോട്ടാണ് വന്നേക്കുന്നത്. സാധാരണഗതിയിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥിരമുള്ള സ്വഭാവമാണ് ലോട്ടറി മേടിക്കുക എന്നുള്ളത്. എങ്ങാനും ലോട്ടറി അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.